നമസ്കാരം, ഭാരത് ലൈവിലേക്ക് സ്വാഗതം. ഫോൺ ചോർത്തൽ വിവാദം തെലങ്കാന മുഖ്യമന്ത്രി രേവന്ത് റെഡ്ഡി ഉൾപ്പെടെയുള്ള പ്രമുഖർ കുടുങ്ങിയേക്കുമെന്നാണ് പുറത്തുവരുന്ന റിപ്പോർട്ടുകൾ. കെ ചന്ദ്രശേഖർ റാവു സർക്കാരിന്റെ കാലത്ത് സംസ്ഥാന പോലീസ് ഇപ്പോഴത്തെ തെലങ്കാന മുഖ്യമന്ത്രിയായ രേവന്ത് റെഡ്ഡി ഉൾപ്പെടെയുള്ള പലരുടെയും ഫോൺ സംഭാഷണങ്ങൾ ചോർത്തിയെന്ന വിവരമാണ് പുറത്തുവരുന്നത്. ചന്ദ്രശേഖർ റാവുവിന്റെ നേതൃത്വത്തിലുള്ള ഭാരത രാഷ്ട്ര സമിതി അങ്ങനെ പ്രതിക്കൂട്ടിലായിരിക്കുകയാണ്. കെ ചന്ദ്രശേഖർ റാവു സർക്കാരിന്റെ കാലത്ത് വിവിധ രാഷ്ട്രീയ നേതാക്കളുടെയും സിനിമാ താരങ്ങളുടെയും വ്യവസായികളുടെയും രഹസ്യമായി അവരെ നിരീക്ഷിച്ചെന്നും ഇതിലൂടെ ശേഖരിച്ച ഇലക്ട്രോണിക് ഡേറ്റകൾ ഉപയോഗിച്ച് പലരെയും ഭീഷണിപ്പെടുത്തുകയും ചെയ്തെന്നാണ് കണ്ടെത്തൽ. 2023 നിയമസഭാ തിരഞ്ഞെടുപ്പിൽ BRSനെ തോൽപ്പിച്ച് കോൺഗ്രസ് അധികാരം പിടിച്ചതിന്റെ പിറ്റേന്ന് IB മുൻ മേധാവിയായിരുന്ന റാവുവിന്റെ നിർദ്ദേശപ്രകാരം ഫോൺ ചോർത്തിയതിന്റെ രേഖകൾ പലതും നശിപ്പിച്ചിരുന്നു. കോൺഗ്രസ് BJP നേതാക്കളുടെയും ചന്ദ്രശേഖർ റാവുവിന് സംശയമുള്ള സ്വന്തം പാർട്ടിക്കാരുടെയും ഉൾപ്പെടെ 1 ലക്ഷം ഫോൺ നമ്പറുകളെങ്കിലും നിരീക്ഷിച്ചിരുന്നു. പ്രതിപക്ഷത്തെ പല നേതാക്കൾ, വ്യവസായികൾ, മറ്റു പല പ്രമുഖർ തുടങ്ങിയവരുടെ എല്ലാം ഫോൺ ചോർത്തിയിട്ടുണ്ട്. സംഭവവുമായി ബന്ധപ്പെട്ട് 3 പോലീസ് ഉദ്യോഗസ്ഥരെ അറസ്റ്റ് ചെയ്തു കഴിഞ്ഞു. അഡീഷണൽ പോലീസ് സൂപ്രണ്ട് ഭുജംഗ റാവു, തിരുപ്പതണ്ണ തുടങ്ങിയവർ കുറ്റസമ്മതം നടത്തി. രേവന്ത് റെഡ്ഡിയുടെ ഫോൺ സംഭാഷണങ്ങൾ ചോർത്തുന്നതിനായി വീടിന് സമീപം ഇറക്കുമതി ചെയ്ത ഫോൺ ടാപ്പിംഗ് ഉപകരണങ്ങൾ സ്ഥാപിച്ചതായാണ് വിവരം. സംസ്ഥാന ഇന്റലിജൻസിന്റെ സാങ്കേതിക കൺസൾട്ടന്റ് ആയിരുന്ന രവി പോൾ എന്ന വ്യക്തിയാണ് രേവന്ത് റെഡ്ഡിയുടെ വസതിക്ക് സമീപം ഓഫീസ് ആരംഭിച്ച് ഫോൺ ടാപ്പിംഗ് ഉപകരണം സ്ഥാപിച്ചത്. ഇത്തരത്തിൽ ഫോൺ ടാപ്പിംഗ് ഉപയോഗിച്ച ഉപകരണം ഇസ്രയേലിൽ നിന്ന് കേന്ദ്രത്തിന്റെ അനുമതി ഇല്ലാതെ ഇറക്കുമതി ചെയ്ത ഉപകരണമാണ്. ഈ ഉപകരണത്തിന് 300 മീറ്റർ ചുറ്റളവിലുള്ള ഫോൺ സംഭാഷണങ്ങൾ പിടിച്ചെടുക്കാൻ സാധിക്കും. പ്രതിപക്ഷത്തെ രാഷ്ട്രീയ നേതാക്കൾക്ക് പുറമെ ജ്വല്ലറി ഉടമകൾ, ഭൂമി കച്ചവടക്കാർ, വ്യവസായികൾ തുടങ്ങി പല പ്രമുഖരും പോലീസ് നിരീക്ഷണത്തിലായിരുന്നു. വ്യവസായികളോട് ഭാരത രാഷ്ട്ര സമിതിയുടെ പാർട്ടി ഫണ്ടിലേക്ക് ഭീമൻ തുകകൾ നൽകണമെന്ന് ഭീഷണിപ്പെടുത്തിയെന്നും റിപ്പോർട്ടുകളുണ്ട്. നിലവിൽ അമേരിക്കയിലുള്ള സംസ്ഥാന ഇന്റലിജൻസ് ബ്യൂറോ മേധാവി VT പ്രഭാകർ റാവുവിന് ഇത് സംബന്ധിച്ച് നോട്ടീസ് അയച്ചിട്ടുണ്ട്. തെലുങ്കു TV ചാനൽ വൺ ന്യൂസ് നടത്തുന്ന ശരവൺ റാവു, പോലീസ് ഉദ്യോഗസ്ഥൻ രാധാകിഷൻ എന്നിവർക്കും ലുക്കൌട്ട് നോട്ടീസ് കൊടുത്തിട്ടുണ്ട്. വ്യവസായികളുടെയും സിനിമാ രംഗത്തെ പ്രമുഖരുടെയും ഫോൺ ചോർത്തിയ ശേഷം അവർക്ക് മെയിൽ ചെയ്ത് BRS കോടികൾ ഫണ്ട് ശേഖരിച്ചെന്നും പോലീസ് ആരോപിക്കുന്നുണ്ട്. എന്നാൽ ആരോപണങ്ങളോട് ഇതുവരെ BRS പ്രതികരിച്ചിട്ടില്ല.